Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil haqqi bashiran wa nadhira wa da'iyan ila Allah bi idhnihi wa sirajan munira. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khayral kalami kalamullah wa khayral hadiyi hadiyu Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Allahumma rabbi shrah li sadri wa yassir li amri ahlul 'uqdatam min lisani yafqahu qawli. Ayyuhal ikhwan wal akhawat, usikum wa iyaya awwalan bittaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wattaqu yawman turja'una fihi ila Allah thumma tuwaffa kullu nafsin ma kasabat wa hum la yudlamun. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ പൂർണ്ണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ തൻ്റെ സഹോദരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ഉപദേശിക്കുന്ന വിഷയം ലജ്ജയുടെ കാര്യമാണ്. ലജ്ജയുടെ കാര്യത്തിൽ തൻ്റെ സഹോദരനോട് അത് ഒഴിവാക്കണം എന്ന നിലക്കുള്ള ഒരു ഉപദേശമാണ് ആ വ്യക്തി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ദഅഹു, നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കുക. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ,
തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലുള്ള ആ ഒരു ഗുണം അത് അദ്ദേഹത്തിൽ നിലനിൽക്കട്ടെ, താങ്കൾ അദ്ദേഹത്തെ വിട്ടേക്കൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈമാനിന്, വിശ്വാസത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. വിശ്വസിച്ച് പോകേണ്ട ഭാഗങ്ങൾ, കർമ്മങ്ങളിൽ കൊണ്ടുവരേണ്ട ഭാഗങ്ങൾ, സ്വഭാവത്തിൽ പ്രതിഫലിക്കേണ്ട കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കേട്ട് മനപ്പാടമുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. മനുഷ്യരെ, ഈമാനിന് 70-ൽ പരം അല്ലെങ്കിൽ 60-ലധികം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ ശാഖകളിലെ ഏറ്റവും ഉന്നതമായതും ശ്രേഷ്ഠമായതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതിൽ തെറ്റിയാൽ ബാക്കി ഉണ്ടായിട്ട് കാര്യമില്ല. വഅദ്നാഹാ ഇമാത്തത്തുൽ അദാ അനിത്ത്വരീഖ്. ഈമാനിന്റെ ശാഖകളിലെ ഏറ്റവും താഴേപ്പടിയിലുള്ള ശാഖയാണ് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ മാറ്റിക്കൊടുക്കുക എന്നത്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഒരു ശാഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്വഭാവ രംഗത്തുണ്ടാകേണ്ട ഈമാനിന്റെ ഒരു ശാഖയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എടുത്തു പറഞ്ഞ സവിശേഷമായ ഗുണം ലജ്ജയുണ്ടാകണം എന്നതാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയാണ് അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ. നിങ്ങളുടെ റബ്ബ്, കാരുണ്യവാനായ അനുഗ്രഹീതനായ നിങ്ങളുടെ റബ്ബ് ഏറെ ലജ്ജയുള്ളവനും മാന്യതയുള്ളവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സവിശേഷമായ ഒരു പ്രത്യേകതയായി പഠിപ്പിച്ച, ഈമാനിന്റെ ഭാഗമായി പഠിപ്പിച്ച സവിശേഷ ഗുണമാണ് ലജ്ജാശീലം എന്ന് പറയുന്നത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദ ഹയാഅ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും നല്ല ലജ്ജാശീലമുള്ള വ്യക്തി. മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ. ഒരു കന്യകയായ പെണ്ണ് തന്നെ വിവാഹം കഴിക്കാനോ മറ്റോ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു പുരുഷന്റെ മുന്നിലേക്ക് പോകുമ്പോൾ എത്ര ലജ്ജ കാണിക്കും, അതിനേക്കാളും ലജ്ജാശീലമുള്ള വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ. മാത്രമല്ല, ലജ്ജ എന്ന ഗുണം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് നേടിക്കൊടുക്കുക നന്മകൾ മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാം. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. മനുഷ്യരെ, ലജ്ജ ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയില്ല. അതുകൊണ്ട് ലജ്ജയുള്ളവരാകണം വിശ്വാസികളായ നമ്മൾ. എന്താണ് സഹോദരങ്ങളെ, ഏതാണ് ആ ഉണ്ടാകണമെന്ന് പറഞ്ഞ ലജ്ജ? ചില ആളുകൾക്കുള്ള ലജ്ജ നല്ലത് ചോദിച്ചറിയാനുള്ള മടിയാണ്. ചിലപ്പോ എഴുന്നേറ്റ് നിന്ന് സുപ്രധാനമായ ഒരു കാര്യം പറയേണ്ട ഒരു സദസ്സിൽ അത് പറയുന്നിടത്ത് ചിലർ ലജ്ജ കാണിക്കും.
ഞാനിപ്പോ അത് പറഞ്ഞാൽ ശരിയാവൂല. ചിലപ്പോ അനിവാര്യമായി അറിയേണ്ട സുപ്രധാനമായ ചില വിഷയങ്ങൾ അത് ചോദിച്ചറിയുന്നിടത്ത് ഞാൻ എങ്ങനെ അത് ചോദിക്കും? ആളുകൾ ലജ്ജ കാണിക്കും. ആ ലജ്ജയാണോ നമ്മളിൽ ഉണ്ടാകേണ്ടത്? ഒരിക്കലുമല്ല. അൻസ്വാരികളായ സ്ത്രീകളുടെ പ്രത്യേകമായ സവിശേഷതയായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അവർ എത്ര ഉത്തമരായ സ്ത്രീകളാണ്, അവർക്കറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിൽ അവരൊരിക്കലും ലജ്ജ കാണിക്കാറില്ല എന്നാണ്. അപ്പൊ ആ ലജ്ജയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മളിൽ ഉണ്ടാകേണ്ട ലജ്ജ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, മനുഷ്യരെ നിങ്ങൾ അള്ളാന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ലജ്ജയുള്ള വ്യക്തികളാകണം. ഖാല, അദ്ദേഹം പറയാണ്, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇന്നാ നസ്തഹീ വൽഹംദുലില്ലാഹ്, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ നല്ല ലജ്ജയുള്ളവരാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ലൈസ ദാക്, നിങ്ങളാ പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ച ലജ്ജ, വലാകിന്നൽ ഇസ്തിഹ്യാ, ലജ്ജ എന്ന് പറഞ്ഞാൽ മിനല്ലാഹ് ഹഖൽ ഹയാ, അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കേണ്ട ഏറ്റവും ശരിയായ ലജ്ജ എന്ന് പറയുന്നത് അൻ തഉഫദർ റഅസ വമാ വഅ വൽ ബത്ന വമാ ഹവാ. ആദ്യത്തെ രണ്ട് കാര്യം ഇങ്ങനെയാണ് റസൂൽ പറഞ്ഞത്. വേറെയും ചില കാര്യങ്ങൾ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത്, തലയും തലയോട് ചേർന്നതും വയറും വയറിനോട് ചേർന്നതും ഒരാൾ സൂക്ഷിക്കുന്നതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം ആലോചിക്കുക, അതോടൊപ്പം തന്റെ ശിരസ് പടച്ചവന്റെ മുന്നിൽ മാത്രം കുമ്പിടുക. ആ തലയോട് ചേർന്നത് അതാണ് അവന്റെ കണ്ണ്, അതാണ് അവന്റെ കാത്, അതാണ് അവന്റെ നാവ്. അതിനെ സൂക്ഷിക്കുക, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം സംസാരിക്കുക. അതാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. വൽ ബത്ന വമാ ഹവാ, വയറും വയറിനോട് ചേർന്നതും വിശിഷ്ടമായതും അനുവദിക്കപ്പെട്ടതും മാത്രം ഭക്ഷിക്കുക. ആ വയറിനോട് ചേർന്ന് നിൽക്കുന്ന ലൈംഗികാവയവത്തെ, അവന്റെ കൈകാലുകളെ കാത്തു സൂക്ഷിക്കുക. ഇതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇത്തരം ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് പറഞ്ഞു, അൽ ഹയാഉ, ലജ്ജ എന്ന് പറഞ്ഞാൽ ഇൻഖിബാദുൻ നഫ്സി അനിൽ ഖബീഹി വഹുവ മിൻ ഖസായിസിൽ ഇൻസാൻ, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും കാത്തു നിർത്തലാണ്. അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്നു പറഞ്ഞത്, നാൽക്കാലികൾ അങ്ങനെ ആവുകയില്ല എന്നാണ്. നാൽക്കാലിക്ക് ഇന്നത് തിന്നണം, ഇന്നത് തിന്നണ്ട, ഞാൻ ഈ തിന്നുന്നത് ഒരു വേസ്റ്റ് കൂനയിൽ നിന്നാണെന്നൊന്നും നാൽക്കാലി ചിന്തിക്കൂല. നാൽക്കാലിക്ക് രമിക്കാൻ ഒരു മറ വേണമെന്നില്ല. നാൽക്കാലിക്ക് തന്റെ നഗ്നതയെക്കുറിച്ചുള്ള ബോധമില്ല. അങ്ങനെയല്ല ഒരു മനുഷ്യൻ. ഇന്നതേ പറയാവൂ, ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ ചിന്തിക്കാവൂ, ഇന്നതേ കാണാവൂ എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിലൊതുങ്ങി നിന്ന് മനസ്സിനെ, ശരീരത്തെ തിന്മകളിൽ നിന്ന് കാക്കുന്നതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ലജ്ജാശീലം നമ്മളിൽ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് പ്രവർത്തിക്കുക. തോന്നിയത് പ്രവർത്തിക്കണേനാണ് നമ്മൾ എന്ത് പറയാ? തോന്യാസം എന്ന് പറയാ. ലജ്ജയില്ലെങ്കിൽ പിന്നെ തോന്യാസത്തിന്റെ ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇന്ന് നമ്മുടെ കല്യാണ വേദികളിൽ കാണുന്നത്? വലിയ വലിയ ഇത്താത്തമാര് ഡാൻസ് കളിക്കുക. ആ കല്യാണത്തിന്റെ മുമ്പുള്ള ഫോട്ടോഷൂട്ടിൽ ബാപ്പയമ്മയും കാണാൻ പറ്റാത്ത രംഗങ്ങൾ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ആ പെണ്ണിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, വരനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ്
അള്ളാഹ് അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിയെ കിട്ടുക എന്നുള്ളത്. അതിന്റെ പ്രഗ്നൻസി പീരിയഡിൽ അതിന്റെ ഫോട്ടോഷൂട്ട് വേറെ നടക്കുക, സോഷ്യൽ മീഡിയയിൽ റീച്ചും ലൈക്കും കമന്റും കിട്ടാൻ ബാപ്പയും മക്കളും ചേർന്ന് അഭിനയിക്കുന്നത് ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട രംഗങ്ങളാണ്. അതാ പ്രവാചകൻ പറഞ്ഞത്, തോന്നിയ പോലെ ചെയ്യും. പിന്നെ ചുണ്ടിന് പെയിന്റ് അടിച്ച് മുഖത്തിന് പെയിന്റ് അടിച്ച് അങ്ങാടിക്ക് ഇറങ്ങുന്നിടത്ത് ഒരു പ്രശ്നമല്ല. ഏതാള് കൂടുന്നിടത്തും പർദ്ദയിട്ട് പ്രത്യക്ഷപ്പെടുന്നിടത്ത് പെണ്ണിന് പ്രശ്നമില്ലാതെ ആവുക. സംഘാടകർ പോലും അത്ഭുതപ്പെടുന്ന രൂപത്തിൽ സദസ്സൊരുക്കേണ്ടി വരുന്നിടത്തേക്ക് പെണ്ണെത്തുക. ഇന്നലകളിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് അവർ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് സാഹചര്യം മാറുക. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സഹോദരങ്ങളെ, ലജ്ജയില്ലെങ്കിൽ പലതും സംഭവിക്കും. ഉടുതുണി ഉരിയുന്നിടത്തും മടിയില്ലാതെയാകും. പെണ്ണിനും ആണിനുമൊക്കെ ചില ജീവിത രീതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മാറി മറിയും. നോക്കൂ നിങ്ങൾ, മൂസാ നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിക്കാൻ വന്ന പെണ്ണിന്റെ വരവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തുൽ ഖസസിൽ, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ. രണ്ടു മക്കളിൽ അദ്ദേഹത്തിന്റെ ഒരു മകൾ മൂസാ നബിയെ വിളിക്കാൻ വേണ്ടി വന്നു. ഷുഐബ് നബിയുടേത് എന്ന് ചരിത്രം വിശദീകരിക്കുന്നു, അല്ലാഹു അലം. ആ പെണ്ണെങ്ങനെ വന്നു? അലാ ഇസ്തിഹ്യാ, ലജ്ജാശീലത്തോടുകൂടി. അത് പെണ്ണിനുള്ള ഒരു സവിശേഷതയാണ്. അതൊക്കെ കാറ്റിൽ പറത്തുക. വസ്ത്രമുരിയുന്നിടത്ത് മടിയില്ലാതെയാകുക, ആണിനും പെണ്ണിനും. സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലുന്ന് ഉറപ്പായ സമയത്ത് കൂട്ടുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് സറാബീൽ ധരിക്കണം. സറാബീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന പാന്റ് പോലുള്ള ഡ്രസ്സാ. എന്തിന്? ശത്രു വെട്ടിക്കൊല്ലുമ്പോ പോലും എന്റെ നഗ്നത കാണരുത്. അപസ്മാര രോഗിയായ പെണ്ണ് പറയാ, റസൂലേ, രോഗം ശിഫയാകണ്ട, പക്ഷെ മറിഞ്ഞു വീഴുമ്പോ നഗ്നത കാണുന്നതിനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂലേ? അതാണ് സ്വഹാബത്ത്. ഇന്ന് എവിടെയും എന്തും ചെയ്യാൻ, ബീച്ചുകളിൽ തെരുവോരങ്ങളിൽ ചുംബിക്കാൻ സമരം ചെയ്യുന്ന ഒരു ജനതയെ കണ്ട നാടാണിത്. അവിടെ നിന്ന് അങ്ങാടികളിൽ പാതിരാത്രികളിൽ വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന പിന്നെ ഭർത്താവിന്റെ സമ്മതം അനുവാദമൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇറങ്ങിപ്പുറപ്പെടുക. എവിടെയും എന്തും പറയാ. ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, അങ്ങാടിയിലാണ് എന്നൊന്നുമില്ല, എന്ത് തെറിയും പറയാൻ ആളുകൾ തയ്യാറാകും. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. നീ തോന്നിയ പോലെ ജീവിച്ചോ, തോന്നിയതുപോലെ ചെയ്തോ. പക്ഷേ ലജ്ജയില്ലാതായാൽ സഹോദരങ്ങളെ ഈമാൻ ഇല്ലാതെയാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു, ആ ഈമാനിനെയും ലജ്ജയെയും ഖുരിനാഉ ജമീഅ, ചേർന്ന് നിൽക്കുന്നതാണ് അവ രണ്ടും. ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയ അൽ ആഖർ, അതിലെ ഒന്ന് പോയാ മറ്റേത് കൂടെ പോകും. ലജ്ജ പോയാൽ ഈമാൻ കുറയും, ഈമാൻ കുറഞ്ഞാൽ ലജ്ജയില്ലാതെയാകും. ഈ മാന്യതയുടെ കുപ്പായൊക്കെ സഹോദരങ്ങളെ അഴിഞ്ഞു വീഴും. പിന്നെ എന്തും പറയും, എന്ത് തെറി പറയാനും, എത്ര മ്ലേച്ഛമായി സംസാരിക്കാനും, എന്ത് തോന്യാസം ചെയ്യാനും, ബാപ്പയും മക്കളെന്നുള്ള അതിർവരമ്പുകളൊക്കെ ലംഘിക്കപ്പെടാനും, എന്തും അഭിനയിച്ചു കൂട്ടാനും മനുഷ്യൻ തയ്യാറാകും. ലജ്ജ കുറഞ്ഞാൽ ഈമാൻ കുറയും, ഈമാൻ കുറഞ്ഞാൽ ലജ്ജ കുറയും. എന്താ സഹോദരങ്ങളെ പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ, പടച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു പോണല്ലോ എന്ന ചിന്തയോടുകൂടി ജീവിക്കുക. പടച്ച റബ്ബ് കണക്കു നോക്കുന്നൊരു ദിവസം വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി, ബോധ്യത്തോടുകൂടി ജീവിക്കുക. അത് മാത്രമാണ് ഇത്തരം ദുശ്ശീലങ്ങൾ ഉള്ളൊരു കാലത്ത് നമുക്കുള്ള പരിഹാരം. അല്ലാഹ് പറഞ്ഞില്ലേ, വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമാ, ഒരു ദിവസത്തെ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ചെയ്തതിന്റെ കണക്ക് നോക്കി അനീതിയില്ലാതെ റബ്ബ് പ്രതിഫലം തരുന്ന ഒരു ദിവസം വരാണ്ട്. ആ പോക്കിന്റെ ദിവസത്തെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് മാത്രാണ്
സഹോദരങ്ങളെ, മാന്യമായി ജീവിക്കാനുള്ള പരിഹാരം സോഷ്യൽ മീഡിയകളിൽ തളിപ്പറമ്പും പരിസരത്തും മാത്രം കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ മരണപ്പെട്ട ചെറുപ്പക്കാരുടെ ഫോട്ടോ കണ്ടില്ലേ നമ്മൾ? അത്രയുള്ളൂ. ജീവിതം എന്ന തിരിച്ചറിവ് മാത്രമാണ് നന്മയുള്ള ജീവിതം നയിക്കാൻ, മാന്യതയുള്ള ജീവിതം നയിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് നമ്മൾ ചിന്തിക്കുക. സന്തോഷത്തിന്റെ വേദിയാകും, സന്തോഷത്തിന്റെ പന്തലാകും എന്ന് വിചാരിച്ചിടത്ത് കണ്ണുനീരിന്റെ കഥ കേട്ട നമുക്ക് അതൊക്കെയാണ് തിരിച്ചു നടക്കാനുള്ള മാർഗം എന്ന ബോധ്യമുണ്ടാകുക. അല്ലാഹു ഈമാനുള്ള നന്മയുള്ള മനസ്സു നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 281 ഈ വചനം, ചെയ്തതൊക്കെ കാണും എന്നല്ല പറഞ്ഞ അതേ വചനം മറ്റൊരു തലം കൂടി നമ്മൾ ചിന്തിക്കണം. ചെയ്തത് മാത്രമേ പരലോകത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ പരലോകത്തേക്ക് പരമാവധി നന്മകളെ ചെയ്തു വെക്കാൻ എന്തെല്ലാമാണോ അധികമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, വ്യക്തിപരമായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സാമൂഹികമായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഷഅബാൻ 1 പ്രവേശിക്കുകയാണ്. ഷഅബാനിന്റെ പ്രത്യേകത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പെടുത്തൊരു മാസമാണ്. നമ്മൾ പല കേട്ടതാണ്. അതിന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. റമളാനിന്റെയും റജബ് മാസത്തിന്റെയും ഇടയിൽ ആളുകൾ പലപ്പോഴും നന്മകളുടെ കാര്യത്തിൽ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് ഞാൻ ആ മാസം ശ്രദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നോമ്പെടുത്തതും നന്മകൾ ചെയ്തതും ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് വ്യക്തിപരമായി നന്മകൾക്ക് അധികം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സാമൂഹികമായും നമുക്ക് ചില ബാധ്യതകളുണ്ട്, ചില നന്മകൾ നിർവഹിക്കാനുണ്ട്. സഹോദരങ്ങളെ, വാർത്തകൾ ഓരോന്നും വായിച്ച് ആശ്ചര്യപ്പെടേണ്ടതും കണ്ണു തള്ളി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും മാത്രല്ല, വിശ്വാസി എന്ന നിലക്ക് ചില പരിഹാര വഴികൾ കൂടി കാണിച്ചു കൊടുക്കൽ സമൂഹത്തോടുള്ള അള്ളാഹ് ഏൽപ്പിച്ച നമ്മുടെ ബാധ്യതയാണ്. ലഹരി സർവസീമകളും തകർത്ത് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വീട്ടകത്തേക്ക് കയറി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് വളരെ പ്രൗഢമായ ഒരു പ്രോഗ്രാം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 4:30 കപ്പാലത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിയാണ് അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. 2 കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, കഴിയുന്ന പരമാവധി ആളുകൾ 4:30 മുതൽ തന്നെ സദസ്സിലുണ്ടാവുക. വ്യത്യസ്ത രംഗങ്ങളിലുള്ള ഒരുപാട് അതിഥികൾ വരുമ്പോൾ അവര് നിരാശരാകാത്ത വിധത്തിൽ സദസ്സ് ഒരുക്കാൻ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുക. രണ്ടാമത്തത്, ഒരു സാമൂഹിക നന്മ നമ്മൾ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അത് നമ്മളുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വീട്ടകത്ത് ഈ അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു കരുതലാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ ഉള്ളതോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് നിങ്ങളുടെ സംഭാവനകൾ നൽകി നമ്മളെല്ലാവരുമാണ് അതിന്റെ സംഘാടകർ എന്ന തിരിച്ചറിവോടുകൂടി ആ ദൗത്യം ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. അങ്ങനെ വ്യക്തിപരമായി, സാമൂഹികമായി നമ്മൾ ചെയ്യേണ്ട നന്മകൾ ചെയ്യുമ്പോഴാണ് കണക്ക് നോക്കുന്ന ദിവസം നന്മയുടെ പക്ഷം കനം കൂടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. നന്മകളിൽ നമ്മൾ സജീവമാവുക. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്,
അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും നമ്മളെ വേർപിരിഞ്ഞു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഈ തൗഹീദി കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തുണ്ടായ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ പരലോക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉപദേശങ്ങൾ നൽകി കാരണക്കാരനായ ബഹുമാനനായ MM മദനി, മുഹമ്മദ് മദനി, അള്ളാഹു അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പണ്ഡിതന്മാർക്കെല്ലാം അവരുടെ മരണാനന്തര ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാ അദ്ദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام على المرسلين والحمد لله رب العالمين.